ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ മേഡത്തെ ഒരു വനിതാ ഹോസ്റ്റലിലേക്ക് മാറ്റുക. ഓ, എനിക്ക് വേണ്ടി നീ നിന്റെ മേഡത്തിനെ ഹോസ്റ്റലിലേക്കൊന്നും മാറ്റണ്ട. അതിന്റെ കുറ്റം കൂടെ നീ എന്റെ തലയിലേക്ക് കെട്ടിവെക്കൊന്നും വേണ്ട. ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. അമ്മേ, അതൊക്കെ അമ്മ അപ്പോഴത്തെ ദേഷ്യത്തിന് ഓരോന്ന് പറയുന്നതാ. അമ്മയ്ക്ക് അങ്ങനെ ആരോടും വൈരാഗ്യമൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല. ഈ ഫയലൊന്ന് പൊക്കണല്ലോ. ഇവിടെ ഉള്ളവരെ വെട്ടിച്ചത് എങ്ങനെ സാധിക്കും? രാജു, ഞാനൊരു ഐഡിയ പറയട്ടെ. പറയും മേഡം. ഈ സിറ്റുവേഷനിൽ എനിക്ക് എന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല. രാജുവിനോട് വീട്ടിലുള്ളവർക്കൊക്കെ വെറുപ്പ് തോന്നിയേക്കും. രാജുവിനെ എന്റെ വീട്ടുകാര് തെറ്റിദ്ധരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊരു ഹോസ്റ്റലിലേക്ക് മാറട്ടെ രാജു. മാഡം എന്താ ഈ പറയുന്നത്? രാജു, ഞാനിപ്പോ വീട്ടിൽ ചെന്ന രാജുവിന്റെ വീട്ടുകാരും ഞാനും തമ്മിൽ വഴക്കാണെന്ന് എന്റെ വീട്ടുകാര് പറയും. അത് പാടില്ല. അതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറാം. അതേ ഉള്ളൊരു വഴി. മാഡം ഇങ്ങ് വന്നേ. എന്താ രാജു? ഇങ്ങ് വന്നേ. എല്ലാത്തിനും ഇന്ന് പരിഹാരം ഉണ്ടാക്കാം. അല്ല, വാ. അച്ഛാ, അമ്മ എവിടെ അച്ഛാ? അടുക്കളയില. അമ്മേ, അമ്മേ, പ്രിയ ചേച്ചി, പ്രിയ ചേച്ചി. അമ്മേ, രാജു വേണ്ട. പ്രിയ ചേച്ചി. അമ്മേ, ചേച്ചി. നീ എന്നെ വിളിച്ചോ? വിളിച്ചു. പക്ഷെ എനിക്ക് സംസാരിക്കാനുള്ളതേ എന്റെ അമ്മയോടാ. ഓ, അപ്പൊ ഞാൻ നിന്റെ അമ്മയാണെന്നുള്ള കാര്യം നീ ഓർക്കുന്നുണ്ടല്ലോ. അത് നന്നായി. ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ പറയാം. ആദ്യം ഞാൻ ഈ ഫയൽ ഒന്ന് അലമാരയിൽ വെക്കട്ടെ. ഇത് വളരെ ഗൗരവമുള്ള ഒരു ഗവൺമെന്റ് ഫയലാ. എന്തിനാ രാജുമോൻ നമ്മളെ എല്ലാരെയും വിളിച്ചത്? ഇവിടത്തെ എന്റെ കുടുംബാംഗങ്ങളെ വിളിച്ചത്, അല്ലാതെ നിങ്ങളെ അല്ല. ഭാര്യ വീട്ടില് പരമസുഖം എന്ന് വിചാരിച്ചാ മതി. കുടുംബാംഗം ഒന്നൊന്നും പറഞ്ഞണ്ട. അമ്മ പറഞ്ഞതിനുള്ള മറുപടി ഒന്നും പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ അമ്മയും അച്ഛനെയും ധിക്കരിച്ച് വളർന്ന മകനല്ല. അത് ശരിയാ. അതുകൊണ്ടാണല്ലോ നീ അമ്മ പറഞ്ഞതെല്ലാം കേട്ട് ഇതുവരെ ജീവിച്ചത്. അമ്മേ, ഒരേ ഒരു കാര്യം തന്നെയാ ഇവിടെ കുറെ ദിവസങ്ങളായി വീണ്ടും വീണ്ടും പറയുന്നത്. എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാവണം. അതിനാ ഞാൻ എല്ലാവരും വിളിച്ചു വരുത്തിയത്. അമ്മയ്ക്കും അച്ഛനും നേരത്തെ ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു പെണ്ണിനെ തന്നെയാ ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അന്ന് ഞാൻ മാഡത്തെ തിരിച്ചു കൊണ്ടുവിടാൻ ഒരുങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ കരഞ്ഞത് അമ്മയാ. ആ, ഓരോരുത്തർക്കും ഓരോ സമയത്തും ഓരോ സാഹചര്യങ്ങളല്ലേ. സമ്മതിച്ചു. എന്തായാലും ഋതിക മാഡത്തോടുള്ള അമ്മയുടെ പെരുമാറ്റം ഇങ്ങനെ തന്നെ തുടരുന്ന അമ്മ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ തോറ്റുപോയൊരു മനുഷ്യനല്ലടാ മോനെ. മരണം വരെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നവളും ഇപ്പൊ എന്റെ ശത്രുവല്ലേ. ഈ വീട് നോക്കുന്നതും ഇവിടുത്തെ ചെലവുകൾ നടത്തുന്നതും ഇപ്പൊ നീയാ. ആ, എനിക്കിപ്പോ വലിയ റോളൊന്നുമില്ല. അച്ഛാ, അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന്റെ നാഥനും ഇപ്പൊ നീയാ. നീയൊരു തീരുമാനം എടുക്ക്. അതെല്ലാരും അനുസരിക്കും. അനുസരിച്ചേ പറ്റൂ. ആരെയും വേദനിപ്പിച്ചും വിഷമിപ്പിച്ചും ഒരു തീരുമാനം എടുക്കാൻ ഞാൻ തയ്യാറല്ല.
പ്രത്യേകിച്ചും എന്റെ അമ്മയെ. എന്റെ ലോകത്ത് നിങ്ങൾ എല്ലാവരും ഉണ്ട്, ഉണ്ടാവണം. ഇപ്പൊ ആ ലോകത്തേക്ക് ഋതിക മേഡവും വന്നു. ഇത്രയേറെ പൊരുത്തക്കേടുകൾ ഉണ്ടാവുമെന്ന് കരുതിയല്ല ഞാൻ ഋതിക മേഡത്തെ കൂട്ടിക്കൊണ്ടു വന്ന. പക്ഷെ ഞാൻ കരുതിയതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. മാഡത്തിന് ഇതൊന്നും ശീലമില്ല. ഇത്തരം വഴക്കുകളും പിണക്കങ്ങളും ഒന്നും നേരിട്ടല്ല മാഡം വളർന്നത്. അതുകൊണ്ട് തൽക്കാലം ഞാൻ മാഡത്തെ ഒരു വനിതാ ഹോസ്റ്റലിലേക്ക് മാറ്റുക. ഓ, എനിക്ക് വേണ്ടി നീ നിന്റെ മേഡത്തിനെ ഹോസ്റ്റലിലേക്കൊന്നും മാറ്റണ്ട. അതിന്റെ കുറ്റം കൂടെ നീ എന്റെ തലയിലേക്ക് കെട്ടിവെക്കൊന്നും വേണ്ട. ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. അമ്മേ, ആരും ഇല്ല ഇവിടെ. ഈ വീട്ടുകാരൊക്കെ എവിടെ പോയി? ആരും ഇല്ലേന്ന് ഞാൻ വിളിച്ചത് കേട്ടില്ലേ? ഒന്ന് ഇറങ്ങി വാ ഇങ്ങോട്ട്. അതാ രുക്മിണി ആന്റിയാ. ഇന്നത്തോടെ എല്ലാത്തിനും ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. ഇറങ്ങി വാ ഇങ്ങോട്ട്. ആരും ഇല്ലേ? ആരും ഇല്ലേ ഇവിടെ? ഇവിടെ ആരും ഇല്ലേ? ഉണ്ട്. ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. നാണം കെട്ട ജന്മങ്ങളൊക്കെ എവിടെ പോയി? അയ്യോ, ദേ നാണം കെട്ട ജന്മങ്ങളെയൊക്കെ വിളിക്കുന്നു. ആരൊക്കെ ഇവിടെ നാണം കെട്ട ജന്മങ്ങള്? ഇങ്ങോട്ട് വിളിക്കത്തല്ലേ? എല്ലാരും ഇങ്ങോട്ട് വാ. വിളിക്കാം. എല്ലാരും വാ. ആ രുക്മിണി ആന്റി വഴക്കുണ്ടാക്കാൻ വന്നേക്കോണം തോന്നുന്നു. വാ മാഡം. ഇത് തന്നെയാ സമയം. ആ ഫയൽ എങ്ങനെയെങ്കിലും പൊക്കണം. എന്താ? എന്ത്? ദേ രുക്മിണി ഇവിടെ മതം പൊട്ടിയ വടയപ്പ പോലെ നിന്ന് ചിഹ്നം വിളിക്കുന്നു. എന്താ രുക്മിണി, എന്താ? തലയിൽ ചെമ്പരത്തിപ്പൂ ഇല്ലെന്നേ ഉള്ളൂ. രുക്മിണിക്ക് തക്കതായ എന്തോ പറ്റിയിട്ടുണ്ട്. ദേ കുഴപ്പം നിങ്ങടെ പടി കളവി. ഞാൻ തറയായ മഹാ തറയാം. എന്തിനാ രുക്മിണി ഒച്ചപ്പാട്? അല്ല, രുക്മിണിയുടെ പേര് തന്നെ തറയിൽ രുക്മിണി എന്നല്ലേ? ദേ രാധമ്മേ, ഈ തള്ളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടക്കും. ഒന്ന് അടങ്ങി നിക്ക് ജയന്റെ അമ്മേ. എന്തിനാ രുക്മിണി ബഹളം ഉണ്ടാക്കുന്നേ? എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്നോ? ദേ ഇവൻ ഒരുത്തനി ഇവളും കൂടി എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർത്ത് എന്റെ കുടുംബം നശിപ്പിച്ചു. എന്നിട്ട് എന്താ പ്രശ്നമെന്നോ? അതൊക്കെ കഴിഞ്ഞില്ലേ രുക്മിണി? കമ്പവും കഴിഞ്ഞു, കാറ്റും പോയി. ഒരു കമ്പവും കഴിഞ്ഞിട്ടില്ല. കമ്പം ദേ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. മത്സര കമ്പാണ്. അതെ, മത്സര കമ്പം തന്നെ. കത്തിക്കും എല്ലാത്തിനും. രുക്മിണി ബഹളം ഉണ്ടാക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ വാടക വീട് ഇപ്പൊ ഒഴിയണം. ഈ നിമിഷം ഒഴിയണം. അകലേ നോവിനാലേ